ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും നമ്മോട് ചോദിക്കാറുണ്ട്, സത്യം പറഞ്ഞാൽ നിശാഗന്ധിയിൽ എന്ത് തരം ചെടികളാണുള്ളത് എന്നൊക്കെ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടമുല്ലയും അറേബ്യൻ ജാസ്മിൻ്റെയും രണ്ട് ചെടികളാണേ. അപ്പോൾ മുല്ലച്ചെടികൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ സാധാരണ എല്ലാ മുല്ലകളും നമ്മുടെ എല്ലാ നാടുകളിലൊക്കെ കിട്ടുന്നതാണ്. എന്നിരുന്നാലും ഇനിയിപ്പോൾ അതേ നല്ല നമ്മുടെ ചൂടുകാലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് മുല്ലച്ചെടികൾ വാങ്ങിച്ചു വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും മുല്ലച്ചെടികൾക്കൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അറേബ്യൻ ജാസ്മിനാണ്. 350 രൂപ കൊടുത്തിട്ട് ഒരു 2 വർഷം മുന്നേ ഞാൻ ഒരു ചെറിയൊരു കമ്പ് വാങ്ങിച്ചു വെച്ചതാട്ടോ. അന്ന് ഈ അറേബ്യൻ ജാസ്മിൻ ഇത്രയ്ക്കൊരു ഫേമസ് അല്ലായിരുന്നു. വളരെ അപൂർവമായ ചിലരിൽ നിന്നും മാത്രമാണ് കേട്ടോ അതിൻ്റെ തൈകൾ കിട്ടിയിരുന്നത്. പിന്നെയും പലരും അറേബ്യൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് വേറെയും പല ചെടികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ അറേബ്യൻ ജാസ്മിനായിട്ട് വരുന്നത്. ഇത്രയും അടുക്കുകളോട് കൂടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ കട്ടയായിട്ടാണ് പൂവുണ്ടാകുന്നത്. അതും ഒരൊറ്റ പൂവാണ് കേട്ടോ. ഇതിനകത്ത് ഒരു പൂമൊട്ട് വിരിഞ്ഞു വരാനായിട്ട് ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ 1 മാസത്തിൻ്റെയൊക്കെ ഒരു സമയം വരും. നേരെ മറിച്ച് നമ്മുടെ സാധാ മുല്ലയിലൊക്കെ ഒരു ചെറിയ മൊട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൂവിടും. ഇത് ഒരൊറ്റ പൂവ് കൂടിയായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് 2ഓ 3ഓ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തൈ ഞാനിവിടെ വീട്ടിൽ ഇതിൽ നിന്ന് തന്നെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാൻ വേണ്ടി ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മുല്ലച്ചെടികളൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഇത് കുടമുല്ലയാണ് കേട്ടോ. അപ്പോൾ ഈ കുടമുല്ലയുടെയും ഈ അറേബ്യൻ ജാസ്മിൻ്റെയും തൈകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. 100 രൂപയാണ് കേട്ടോ ഒരു തൈയുടെ വില വരുന്നത്. നല്ല റൂട്ടായിട്ടുള്ള തൈകളാണ് എല്ലാം അത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം തൈകളുടെ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പലരും പറയാറുണ്ട് ഇത്തരം ചെടികളൊന്നും കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ പിടിക്കില്ല എന്ന് കേട്ടോ. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമ്മൾ ഏതൊരു ചെടിയുടെ കമ്പ് എടുത്തിട്ടും നമ്മുടെ വീട്ടിലെ മണ്ണിനകത്ത് ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സുന്ദരി അറേബ്യൻ ജാസ്മിനെയും കുടമുല്ലയുടെയൊക്കെ തൈകൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.